താലി. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. ഈ പെണ്ണ് ദേഷ്യമൊന്നടങ്ങിയതും അവൻ അവളെ കെട്ടിപ്പിടിച്ച് മടിയിലേക്ക് ഒന്നുകൂടെ എടുത്തിരുത്തി. നീ പറഞ്ഞതൊക്കെ സത്യമാണ് അമ്മൂട്ടാ. എനിക്കറിയാം നിനക്കെന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. എന്നിട്ടാണോ എന്നെ ഇത്രയും കരയിച്ചത്? ചേടാ, ഞാനായിട്ട് കരയിച്ചതാണോ നിന്നെ? നീയല്ലേ ഓരോന്നിങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നേ. ഞാൻ എന്ത് ചെയ്തു? അയ്യോ, ഒരു പാവം. നീ ഒന്നും ചെയ്യുന്നില്ല, അതാണല്ലോ മൊത്ത പ്രശ്നവും. അപ്പേട്ടാ, എന്താ അപ്പേട്ടാന്ന്? നിനക്കുണ്ടല്ലോ, ഞാൻ അടുത്തുണ്ടെങ്കിലും എന്നെ മാത്രം കണ്ണിൽ പിടിക്കില്ല. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും കാര്യം നോക്കാനും പറയാനും ഒക്കെ നന്നായിട്ട് അറിയാം. അവർക്ക് വിഷമമുണ്ടാതിരിക്കാൻ എന്ത് ചെയ്യാനും ഒരു മടിയില്ല. പക്ഷെ എന്റെ കാര്യം വരുമ്പോ ഇതൊന്നുമില്ല. മൊത്തം ഒരു പുകയാ. എന്നെ അവഗണിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി നിർത്താം, എന്തുമാകാം. ഇന്ന് ഇത്രയൊക്കെ മാത്രം സങ്കടമുണ്ടാവും നിനക്കറിയാമായിരുന്നോ അമ്മു? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർ, അവരുടെ ഒന്നും ചെറിയൊരു അവഗണന പോലും സഹിക്കാൻ പറ്റില്ല പെണ്ണെ. ചങ്ക് പൊട്ടിപ്പോകും. ഇന്ന് കുറച്ചു നേരം എന്റെ മുഖമൊന്ന് മാറിയപ്പോ നീ ഉരുകിയില്ലേ, കരഞ്ഞു പാതിയായില്ലേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ പെണ്ണെ എന്റെ അവസ്ഥ. ഞാൻ എന്തുമാത്രം തകർന്നു പോയിട്ടുണ്ടാകുമെന്ന്. വാക്കുകളെ പൂർണ്ണമാകും മുന്നേ തന്നെ അവന്റെ സ്വരം ഇടറി. സോറി. അപ്പേട്ടന്റെ അമ്മൂട്ടി പാവല്ലേ. ചുണ്ടൊക്കെ പിളർത്തി അവനെ നോക്കിയൊരു നിമിഷം ഇരുന്നിട്ട് കഴുത്തിലൂടെ കൈയിട്ട് പൊങ്ങിയവന്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് കണ്ണു നിറച്ചവൾ. ഉവ്വ, അവളുടെ ഒരു കോറി. 2 ദിവസം മിണ്ടാതെ പിണഞ്ഞിറങ്ങണമൊക്കെ കരുതിയതാ. പക്ഷെ പറ്റണ്ടേ എന്നെ കൊണ്ട്. കണ്ണു നിറച്ച് നോക്കുന്ന കണ്ടാൽ ഓടി വന്ന് ഒക്കത്തെടുത്ത് പുന്നാരിക്കാനാവും തോന്നുക. കവളിലൊരു കുഞ്ഞു കടി കൊടുത്തവൻ നോട്ടം വേറെയാക്കി. അവൾക്കത് കണ്ടതും ഉള്ളിലുള്ള പ്രണയം ഹൃദയം കവിഞ്ഞൊഴുകും പോലെയാണ് തോന്നിയത്. താങ്ങാൻ കഴിയാത്തൊരവസ്ഥ. ശ്വാസം പോലും വിളങ്ങി നിൽക്കുന്നു. ഇനിയും അത് പിടിച്ചു നിർത്തിയാൽ മരിച്ചു പോകുമെന്ന് തോന്നിയ നിമിഷത്തിൽ എപ്പോഴോ അവൾ അവന്റെ മുഖം താഴെ കടുപ്പിച്ച് ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഒരു കുഞ്ഞു പൂമ്പാറ്റയായി, ചുണ്ടിൽ നിന്നും തേൻ പൊഴിയും പോലെ, അത്രയും മൃദുവായി, പ്രണയമായി. ഹൃദയം തുടിക്കാൻ മറന്നുകൊണ്ട് കുഞ്ഞൊരു ചുംബനം. അപ്പു ശരിക്കും ഞെട്ടി കണ്ണു മിഴിച്ചു. ചെയ്തു പോയ പ്രവൃത്തി എന്താണെന്ന് ഓർമ്മ വന്ന പോലെ അവൾ അവന്റെ കഴുത്തിടുക്കിലേക്ക് മുഖം അമർത്തിപ്പോയി. കുറച്ചുനേരം എടുത്തു ആ ഹൃദയമിടിപ്പുകൾ ഒന്ന് നേരെയാവാൻ. അമ്മൂട്ടാ, അമ്മൂട്ടാ, പ്ലീസ് ഒന്ന് നോക്കടാ. ഇല്ലെന്നുള്ള തലയാട്ടൽ മാത്രം അറിയുന്ന പോലെ കഴുത്തിൽ നിന്നുള്ള മുഖം അവൾ ഉയർത്തിയില്ല. പ്ലീസ് കൊച്ചേ, എന്നെ ഒന്ന് നോക്കടി. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ശ്വാസം മുട്ടി ഞാൻ തീർന്നു പോകും. കണ്ണം തുറച്ചവൾ നോക്കുന്നതിനൊപ്പം കവളിൽ കടി വീണിരുന്നു. പക്ഷെ അതിന്റെ വേദനയിലും അധികം അവളിലെ മാറ്റത്തിൽ ആകെ തകർന്നിരിക്കുകയായിരുന്നു അവൻ. അമ്മൂട്ടാ, ഇത് ശരിക്കും നീ തന്നെയല്ലേ? സംശയത്തോടെയുള്ള ചോദ്യത്തിന് സംശയം നിറഞ്ഞ നോട്ടമായിരുന്നു മറുപടി. സത്യമായിട്ട് എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ശരിക്കും എന്റെ? പറഞ്ഞു തീരും മുന്നേ അടുത്ത കടിയും കെട്ടി ബോധിച്ചു. ആവൂ, വേദന കൊണ്ടവൻ കവിളിലൊന്ന് പിടിച്ചു വെച്ചു. ഇപ്പൊ സംശയം മാറിയില്ലേ? കുസൃതിയോടെ കുറുമ്പ് നിറച്ചുള്ള ചോദ്യം ചോദിച്ചവൾ പുരികം പൊക്കിയും താത്തും അവനെ നോക്കി ചിരിച്ചു. നീ മാറിയേ, ഇനി ഒന്നുകൂടെ താങ്ങില്ല പെണ്ണെ. ഇപ്പൊ തന്നെ ഇത് എത്രാമത്താന്നറിയാമോ? അവൻ 2 കവളും പൊത്തിപ്പിടിച്ചു പറഞ്ഞതും അവൾ ഉറക്കെ ചിരിച്ചു. പതിയെ അമ്മൂട്ടാ, ആരെങ്കിലും കേൾക്കും. കേട്ടോട്ടെ. ആഹാ, അത്രയ്ക്കൊക്കെ ധൈര്യമായോ? അത് അപ്പേനൊപ്പം ഉണ്ടല്ലോ. ഹോ, അപ്പൊ എന്നെ കണ്ടുകൊണ്ടുള്ള ധൈര്യമാ. തലയാട്ടിക്കൊണ്ട് അവൾ ആ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു. അതെ, സത്യം പറ അമ്മൂട്ടാ, നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എന്താ അതിപ്പോ? എന്ത്? അതല്ലേ ഞാനും ചോദിച്ചേ. എന്തൊക്കെയോ ഒരുപാട് മാറ്റം. ഇന്ന് വരെ ഞാൻ കാണാത്തൊരാൾ, അതും അറിയാത്ത നിന്നെ ഒരുപോലെ. ഇപ്പൊ തന്നെ നോക്കിയേ, നീ എവിടെ ഇപ്പൊ വന്നിരിക്കുന്നതെന്ന്. എന്റെ അടുത്തിരിക്കുന്നു. കൈവിരൽ പോലും തൊടാൻ സമ്മതിക്കാത്തവൾ ഇപ്പൊ എന്നെ ചുംബിക്കുന്നു. പിന്നെ അവൻ അവളുടെ ചുണ്ടിലേക്ക് നോക്കിയതും ആ മിഴികൾ പെട്ടെന്ന് താന്നു. പറയടാ, എന്താ പറ്റിയേ? അവളുടെ താടിത്തുമ്പ് ഉയർത്തി ചോദിച്ചിട്ടും ആ കണ്ണുകൾ തുറന്നില്ല. അവൻ പതിയെ ആ മിഴികളിൽ ചുണ്ടു പതിപ്പിച്ചു. നിശ്വാസം നൽകും ചൂടിൽ അവളുടെ വിരലുകൾ കോളറിൽ കൊരുത്തു. അമ്മൂട്ടാ, ആ പെണ്ണെ എനിക്ക് ഒരുപാട് ഇഷ്ടം. വേറൊന്നും എനിക്കറിയില്ല. ഇറുക്കി അവനെ ചുറ്റിപ്പിടിക്കുമ്പോൾ ആർദ്രമായി വീണ വാക്കുകളിൽ കുടങ്ങിക്കിടക്കുകയായിരുന്നു അവന്റെ ഉള്ളം. എന്റെ പ്രാണനാ അമ്മൂട്ടി നീ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലടി പെണ്ണെ. തീവ്രത ഒട്ടും കുറയാതെ അവനും അവളെ ചേർത്ത് പിടിച്ചു. അപ്പേട്ടാ, ഒന്ന് പാടുമോ? അവൻ മനസ്സിൽ തെളിഞ്ഞു നിന്ന ആ വരികൾ വീണ്ടും വീണ്ടും പാടി. അത് പാടി പൂർത്തിയാക്കിയതും അവൻ ആ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. കൈവിരലുകൾ കുസൃതി കാട്ടി.
ഇടയ്ക്കെപ്പോഴോ തോളിൽ നിന്നും ബ്ലൗസ് നീക്കിയവന്റെ പല്ലുകൾ അവിടെ ആഴത്തിൽ പാടുകൾ വീഴ്ത്തിച്ചു. എരിവ് വലിച്ചുകൊണ്ട് ഓരോ തവണയാകുന്നതും പിന്നെയും പിന്നെയും അവന്റെ ചുംബനങ്ങളിൽ അവൾ വിവശയായി അവനിലേക്ക് തന്നെ തളർന്നു വീണു. സന്തോഷം എവിടെ? അത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. സന്തോഷം എവിടെ? ദോല്ല അവിടെ, ആ കുറച്ചു മുന്നേ അവിടെ കണ്ടുണ്ടായിരുന്നല്ലോ. സന്തോഷ് അങ്ങോട്ട് പോകുന്ന കണ്ടു. ചേടാ, ഇതിപ്പോ എവിടെ പോയി? ആൾക്കാർ ചുറ്റുപാട് നിന്ന് സന്തോഷിനെ തിരക്കാൻ തുടങ്ങിയിട്ട് നേരം കുറയായി. സന്തോഷേട്ടനെ എവിടെ പോയി സതി ചേച്ചി? ഞാൻ കണ്ടില്ല സവിതേ. മായ ഏട്ടനും ശ്രീയും ഒക്കെ തിരക്കുന്നുണ്ട്. ഈ ഏട്ടന്റെ ഒരു കാര്യം, കൊച്ചിന് ഇറങ്ങാൻ നേരമായി. ഇവിടുന്ന് അരമണിക്കൂറിൽ കൂടുതൽ ദൂരമുണ്ട്. 1:30 വീട്ടിൽ ചെന്ന് കയറേണ്ടത്. ഇപ്പൊ തന്നെ 1 മണിയാകുന്നു. സതിയോട് കാര്യങ്ങൾ പറയുമ്പോഴും സവിതയുടെ കണ്ണുകൾ ചുറ്റുമുള്ള ആൾക്കാരിലൊക്കെ സന്തോഷിന്റെ മുഖം തേടുകയായിരുന്നു. ഇവിടെ എവിടെങ്കിലും കാണും സവിതേ, പാവം. അത് പറയുമ്പോൾ സതിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അറിയാം ചേച്ചി, ഏട്ടന്റെ പ്രാണനിരിക്കുന്നത് തന്നെ അവളിലാണെന്ന്. അവൾക്ക് വേദനിച്ചാൽ ചങ്ക് പൊടിയുന്നതും ഏട്ടന്റെയാണ് എന്ന് പറഞ്ഞ് കല്യാണം കഴിഞ്ഞ കൊച്ചിനെ പറഞ്ഞു വിടാതിരിക്കാൻ പറ്റുമോ? മായ ഏട്ടത്തി അതിലും കഷ്ടമാ. മോളെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഏട്ടൻ. ഞാൻ ഒന്നുകൂടെ എല്ലായിടത്തും പോയി നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ അച്ഛന് ദക്ഷിണ കൊടുക്കാതെ അവളെ കൊണ്ടുപോകാം. മുഹൂർത്തം എന്തായാലും തെറ്റിക്കാൻ പറ്റില്ലല്ലോ. അല്പം ദേഷ്യത്തോടെ തന്നെ സവിത സതിയുടെ അരികിൽ നിന്നും പോയി. പുറത്തൊരു കൈത്തലം പതിഞ്ഞപ്പോൾ സതി തിരിഞ്ഞു നോക്കി. നീലകണ്ഠൻ. അവനെ കണ്ടോ ഏട്ടാ? വേപ്പിപ്പുരയുടെ പിന്നിൽ. ശ്രീ ഇപ്പൊ കൊണ്ടുവരും. അവരൊന്നുകൂടി അയാളെ നോക്കി. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോള് പോകുമ്പോ ഞാൻ എന്ത് ചെയ്യും ദേവി? ഒരച്ഛന്റെ എല്ലാ അവലാതിയും സങ്കടവും അതിലുണ്ടായിരുന്നു. ഇന്ന് സന്തോഷ് ചെയ്യുന്ന പോലെ, ഇന്നലകളിൽ എന്റെ അച്ഛൻ ചെയ്ത പോലെ ഏട്ടനും. സോറി. അയാൾ അവരുടെ നെറുകയിലൊന്ന് ചുംബിച്ചു. വർഷങ്ങൾക്കിപ്പുറം അവരതിനെ മനസ്സിലേറ്റവും സന്തോഷിച്ചു. ആദ്യമായി ആ കണ്ണുനീരിൽ അവർക്ക് തോന്നിയത് ആത്മഹർഷമായിരുന്നു. എല്ലാ പെൺമക്കളും അച്ഛനമ്മമാരുടെ രാജകുമാരികളാണ് അല്ലേടോ? ഒരു മൂളലിൽ സ്വന്തം മറുപടി ഒതുക്കുമ്പോഴും വർഷങ്ങൾക്ക് മുന്നേ 1000 തവണ കാതിൽ കേട്ട ചോദ്യത്തിന് ഇന്നും ഉള്ളു പൊള്ളിക്കാൻ കഴിവുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയായിരുന്നു. അച്ഛന് മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് താൻ. അത് ഇളയകുട്ടിയായതുകൊണ്ട് മാത്രമായിരുന്നില്ല. അച്ഛന്റെ ഒരു കുഞ്ഞു കാർബൺ കോപ്പിയായിരുന്നു താൻ. വായന, പ്രസംഗം, എഴുത്ത് അങ്ങനെ തുടങ്ങി കുഞ്ഞിലെ അച്ഛനൊപ്പം സർവകലാശാല ലൈബ്രറി വരെ എന്തിനും ഏതിനും ഒപ്പം നിന്ന മകൾ. അച്ഛന്റെ ഹൃദയമിടിപ്പ് ഒന്ന് തെറ്റിയാൽ പോലും അത് ഇത്ര ഉച്ചത്തിൽ മിടിക്കുന്നു എന്ന് ആ കണ്ണുകളിൽ നോക്കി തിരിച്ചറിഞ്ഞ് അച്ഛന്റെ മാത്രം സതിക്കുട്ടി. അവിടെ നിന്നും എന്നോ അത്യന്താപേക്ഷിതമായ മാറ്റത്തിലേക്ക് അച്ഛന്റെ കൈപിടിച്ച് തന്നെ ഇറങ്ങി. വിവാഹം. അച്ഛനിൽ നിന്നും അങ്ങനെ പിരിഞ്ഞു നിന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളൊക്കെയും കണ്ണുനീരിൽ മുങ്ങിപ്പോയി. അതിനൊക്കെയും കളിയാക്കിയും പരിഹസിച്ചും സഹതപിച്ചും നിന്നൊരു ഭർത്താവ്. പിന്നെ ലോകത്ത് ആദ്യമായി കല്യാണം കഴിച്ച് വന്നവളല്ല നീ എന്നുള്ള സ്ഥിരം പല്ലവി. ഒരച്ഛൻ മോള്. കാലങ്ങളോളം കൂട്ടിന് കിട്ടിയ അലങ്കാരം. ഇന്ന് അതേ മനുഷ്യൻ ഒപ്പമുള്ള മകളുടെ വിദൂരത്തിലുള്ള കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ച് കരയുന്നു. പറഞ്ഞുപോയ വാക്കുകളിൽ പരിതപിക്കുന്നു. കാലം എന്ന മാന്ത്രികന്റെ കണക്ക് പുസ്തകത്തിലെ ഒരു നീതി കൂടി. സന്തോഷങ്കിൾ. അയാളൊന്ന് കൈപ്പോയതിൽ കണ്ണു തുറച്ച് പതിയെ എഴുന്നേറ്റു. എന്താ മോനെ? ദേവിക്ക് പോകാൻ നേരമായി. അവിടെ എല്ലാരും അങ്കിളിനെ അന്വേഷിക്കുന്നുണ്ട്. ആണോ? അത് ഞാൻ ഈ കാശ് കൊടുക്കണം. അല്ല, കണക്ക് ചോദിക്കണ്ടേ? ഇവിടെ ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട്. അയാളുടെ കണ്ണുകൾ പരക്കം പാഞ്ഞു. അങ്കിൾ റിലാക്സ്. അത് ഒന്നുമില്ല അങ്കിൾ, പ്ലീസ് റിലാക്സ്. ശ്രീ സന്തോഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാളുടെ തോളിൽ തട്ടിക്കൊടുത്തു. ഈ സമയം വാക്കുകൾക്കപ്പുറവും അയാൾ ആഗ്രഹിക്കുന്നത് സാന്ത്വനം മാത്രം അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീ കുറെ നേരം അതുപോലെ നിന്നു. എനിക്കെന്തോ വല്ലാത്തൊരു വെപ്രാളം തോന്നുന്നു മോനെ. എന്തിനാ അങ്കിൾ? ആര്യനെ നമുക്കെല്ലാം അറിയുന്നതല്ലേ. കൂടാതെ ദേവിയുടെ ഇഷ്ടവും. പിന്നെന്താ ഇപ്പോ? അറിയില്ല മോനെ. എന്റെ മകൾ, അവള് ചെറിയ കുട്ടിയല്ലേ. അതിപ്പോഴാണോ അങ്കിളിന് തോന്നിയത്? ഒരു നിമിഷം കൊണ്ട് അവന്റെ മുഖം മാറി. വല്ലാത്തൊരു പുച്ഛം ആ വാക്കുകൾ നിറഞ്ഞു. മോനെ, അത് ജാതകം. എന്ത് ജാതകം? ഒരു പെൺകുട്ടിയുടെ ഭാവിയും സന്തോഷവും തീരുമാനിക്കുന്നത് ഈ ജാതകമാണോ അങ്കിൾ? ഈ സമയം സ്വരത്തിൽ ദേഷ്യത്തോടൊപ്പം ഈർഷ്യയും വന്നു ചേർന്നു. ജനിക്കുന്ന കാലം മുതൽ കൈ വളർന്നോ കാൽ വളർന്നോ നോക്കി ഊണും ഉറക്കവും കളഞ്ഞു വളർന്നത് അച്ഛനും അമ്മയും. ഒരു കുഞ്ഞു പനി വന്ന് മക്കൾക്ക് ഒന്നിൽ കൂടുതൽ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നാൽ അപ്പൊ തുടങ്ങും പളനിയിൽ പോയി തലമുട്ടയടിച്ചോളാം, ശൂലം കുത്തിക്കോളാം, എന്റെ കുഞ്ഞിനെ കാത്തോണെന്ന് പറഞ്ഞു തുടങ്ങുന്ന നേർച്ചകൾ. ഇതൊക്കെ നേരുന്നതോ അച്ഛനും അമ്മയും. ഇമ്മണി ഒന്ന് വലുതായല്ലോ. അച്ഛനിൽ നിന്നും കൂട്ടുകാരനായി നിന്നാണ് പിന്നീടുള്ള അവളുടെ സംരക്ഷണം. കാരണം കൂട്ടുകാരായാലല്ലേ അവള് മനസ്സ് തുറക്കൂ.
അങ്ങനെ തുടങ്ങി അവളുടെ പഠിത്തം, കോഴ്സ്, ജോലി ഇതിനെല്ലാം അവളോട് അഭിപ്രായം ചോദിക്കുന്ന നിങ്ങളൊക്കെ എന്താ അങ്കിൾ അവളുടെ ലൈഫിലെ ഏറ്റവും വലിയ വഴിത്തിരിവ് വരുമ്പോ അവളോട് ഒരു വാക്ക് പോലും ചോദിക്കാത്തത്? മോളെ, നീ ഇപ്പൊ ഒരു കല്യാണത്തിന് ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. അന്ന് നിങ്ങൾക്കൊക്കെ എന്താ അവളുടെ വാക്കിലും വലുത് ഈ ജ്യോത്സ്യവും ജാതകവും ഒക്കെയായി മാറുന്നത്? സത്യമായിട്ട് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ അങ്ങ് ചോദിക്കുന്നതാ. ഇന്നലെ വരെ അവളുടെ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളുമായി കൃത്യമായി അറിയുന്ന അവളുടെ അച്ഛനും അമ്മയിലും വലുതാണോ ഈ രാഹുവും കേതുവും ചൊവ്വയൊക്കെ? അവനൊന്ന് കിതച്ചു. മോനെ മിത്തുവിന് അവളുടെ ഇഷ്ടം അപ്പുവായിരുന്നു. പിന്നെ ജാതകവും. അയാളുടെ മുഖം നിസ്സഹായമായി. ജാതകം? ദേവ, അവളൊരു ചെറിയ കുട്ടിയല്ലേ അങ്കിൾ? ശരിയും തെറ്റുമൊക്കെ കൃത്യമായി തിരിച്ചറിയുവോ അവൾക്ക്? 10 ചുവട് തികച്ചു നടക്കാൻ പോലും അവളെ കൊണ്ട് കഴിയുമോന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ളൊരു കുട്ടിയുടെ എടുത്തുചാട്ടമല്ലേ അങ്കിൾ ഈ കല്യാണം? അതിന് ഹേതു ഒരു ജോത്സ്യനും അയാളുടെ പ്രവചനവും. 22 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നീണ്ടുപോകും പോലും. കഷ്ടം. അവൻ അയാളെ നോക്കിയൊന്ന് പുച്ഛിച്ചിരിച്ചു. മോനെ, അത് വിശ്വാസങ്ങളൊക്കെ നല്ലതാ അങ്കിൾ. പക്ഷെ അത് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം വിശ്വാസികൾ നന്നാവണമെന്നില്ല. വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും പറഞ്ഞതല്ല അങ്കിൾ. എന്റെ വിഷമം കൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാ. നല്ലോണം പഠിക്കുന്നൊരു കുട്ടിയാണ് ദേവ. ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരേണ്ടവൾ. പക്ഷെ ഇന്നത്തെ ദിവസം പുതിയ ഉത്തരവാദിത്തങ്ങൾ അതൊന്നും അവളുടെ നാളുകളെ നശിപ്പിക്കല്ലെന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. സന്തോഷ് അവനെ നോക്കി നിന്നു. പറഞ്ഞതെല്ലാം ശരിയാണ്. പക്ഷേ മനസ്സിൽ ഉറച്ചുപോയ വിശ്വാസങ്ങളുടെ തുടച്ചു മാറ്റാൻ സാധിക്കില്ല, അതിനി എത്ര വിചാരിച്ചാലും. സന്തോഷേട്ടാ, സവിതയുടെ വിളിയാണ് അവരെ ചുറ്റുപാടുകളിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ നിൽക്കുവാണോ? വേഗം വാ, അവക്കിറങ്ങാൻ നേരമായി. സവിത അയാളുടെ കയ്യും പിടിച്ച് വലിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ സന്തോഷിന്റെ കണ്ണുകൾ വാശിയും ദേഷ്യവും നിറഞ്ഞു നിൽക്കുന്ന മുഖത്തു നിന്നും അടർന്നു മാടാൻ മടിച്ചു നിൽക്കുന്ന മിഴിനീരിന്റെ അർത്ഥം തിരയുകയായിരുന്നു. ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ കണ്ടു എല്ലാവരുടെയും കണ്ണുകൾ തന്റെ നേരെയാണ്. പലതിലും ദേഷ്യം നിറഞ്ഞു നിൽക്കുന്നു. ഇത്രയും നേരെ തന്നെ നോക്കി നടന്നതിന്റെ തിരക്കാവും. എവിടുന്നാ കിട്ടിയേ? ഭണ്ഡാരശാലയുടെ പിന്നിൽ. സന്തോഷ് സാറിന്റെ ജീവനാ കൊച്ച്. അത് പിന്നെ നമുക്കൊക്കെ അറിയാവുന്നതല്ലേ സുമതി സാറേ. ഇനിയിപ്പൊ കുറച്ചു ദിവസത്തേക്ക് സാറിനെ ഓഫീസിലേക്ക് പ്രതീക്ഷിക്കണ്ടായിരിക്കും, അല്ലയോ ദീപക് സാറേ? ആ, ആൾക്കാർ ചുറ്റും നിന്നും അങ്ങനെ പലതും പറയുന്നുണ്ടായിരുന്നു. കുഞ്ഞാവേ, സന്തോഷിന്റെ വിളിയിൽ മിത്തു തിരിഞ്ഞു നിന്ന് ആ നെഞ്ചിലേക്ക് കിടന്ന് ഏങ്ങലടിച്ചു. കരയല്ലേ മോളെ. അച്ഛന്റെ പൊന്നു കരഞ്ഞാൽ അച്ഛന് സങ്കടാവില്ലേ? അച്ഛയുടെ വാവയല്ലേ നീ? അതെ, ഇറങ്ങാൻ നേരമായി സന്തോഷേ. മായേ. മോഹൻ പറയുന്ന കേട്ടതും മിത്തു അയാളെ ഒന്നുകൂടെ മുറുക്കി കെട്ടിപ്പിടിച്ചു. ഒരു വിധത്തിലും അയാളിൽ അകലുന്നില്ലെന്ന് കണ്ടതും അപ്പു അവളുടെ തോളിൽ പിടിച്ചൊന്ന് വലിച്ചു. അമ്മൂട്ടാ, നേരായി മോളെ. ഞാൻ വരുന്നില്ല. അച്ഛനെ കെട്ടിപ്പിടിച്ചവൾ തോള് വെട്ടിച്ചു. അപ്പു ഒന്ന് ഞെട്ടി, ഒപ്പം ചുറ്റുമുള്ളവരും. അമ്മൂട്ടി, എടാ. അപ്പു പിന്നെയും വിളിച്ചെങ്കിലും ഒരു തരം നിഷേധം തന്നെയായിരുന്നു മറുപടി. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഇപ്പോഴെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ വീട്ടിൽ കയറാനുള്ള മുഹൂർത്തം തെറ്റും. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും മിത്തു സന്തോഷിനെ വിട്ടു വരുന്നുണ്ടായിരുന്നില്ല. അമ്മു, വരാനാ പറഞ്ഞത്. അപ്പു ദേഷ്യപ്പെട്ട് കയ്യിൽ പിടിച്ചതും അവൾ ആ കൈ കുടഞ്ഞെറിഞ്ഞു. അപ്പു വല്ലാതായി. ദയനീയമായി അവൻ സന്തോഷിനെ നോക്കി. മിത്തു, അച്ഛന്റെ നല്ല മോളല്ലേ, എല്ലാരും നോക്കുന്നു. സമയായി കുഞ്ഞെ. അവൾ തല വെട്ടിച്ചുകൊണ്ട് നിന്നല്ലാതെ അയാളുടെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിയില്ല. മായയും സതിയും സവിതയും ഒക്കെ പറഞ്ഞെങ്കിലും അവൾ അനങ്ങിയില്ല. ചുറ്റുപാടുമുള്ളവർ മുറുമുറുക്കാൻ തുടങ്ങി. ഇത്രയും പാടായിരുന്നെങ്കിൽ അച്ഛന്റെ കീഴിലിരുന്നാ പോരായിരുന്നോ? എന്തിനാ ചെറുക്കനെ കെട്ടിയത്? ചുമ്മാ നാണം കെടുത്താൻ. ഇങ്ങനെ കുറെ പെമ്പിള്ളേര് നിടങ്ങി നടന്നവളുമാര് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാ ഇപ്പൊ ഇങ്ങനെ കരയാറ്. ഇതൊക്കെ ചുമ്മാ ഷോ ആന്നേ. അത് തീരുമാനിക്കാൻ നിങ്ങളാരാ? കല്യാണം കൂടാൻ വന്നൊരു സ്ത്രീ കൂട്ടുകാരിയോട് കുശുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ട സ്ത്രീയിൽ അവന്റെ അലർച്ചയിൽ അവർ ഞെട്ടി. അത് ഞാൻ പെങ്കൊച്ച് ചുമ്മാ കരയുന്ന കണ്ടപ്പോ. പെങ്കൊച്ച് കരഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ വായിൽ തോന്നിവാസമൊക്കെ വിളിച്ചു പറയുമോ? അത് അവരെ ചുറ്റും നോക്കി. എല്ലാരും കേൾക്കുന്നുണ്ട്. അതെ, കല്യാണം കൂടിയല്ലോ, വയറ് നിറച്ച് കഴിക്കുകയും ചെയ്തല്ലോ. ഇനി അമ്മച്ചി കൂടും കുടുക്കയൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോകാൻ നോക്ക്. ചെല്ല്, ഇറങ്ങ്. ശ്രീ പല്ലും ഞെരിച്ചുകൊണ്ട് പറഞ്ഞതും സതി ഓടി അവനരികിലേക്ക് എത്തി. ശ്രീയെ, എന്താടാ? ഒന്നുമില്ല. ആൾക്കാരെ കൂട്ടി എന്റെ കല്യാണം നടത്താൻ പറ്റാത്തതിന്റെ സങ്കടമായിരുന്നല്ലോ അമ്മയ്ക്ക്. ഇതുപോലുള്ളതുങ്ങളെയൊക്കെ വന്ന് മൂക്ക് മുട്ട തിന്നിട്ട് വീട്ടിലുള്ളവരെ കുറ്റം പറയുന്ന കേൾക്കുന്നതിൽ നല്ലത് രജിസ്റ്റർമാരെ തന്നെ. മോനെ, ഇതുപോലുള്ള വൃത്തികെട്ട നിങ്ങൾക്ക് സദ്യ കൊടുക്കുന്നതിന് നല്ലതമ്മേ വല്ല അനാഥാലയത്തിലും ഒരു നേരം ആഹാരം കൊടുത്താൽ ഒന്നുമില്ലേലും അവിടെ ഉള്ളവരുടെ സന്തോഷമെങ്കിലും കാണാം. സതി ആ സ്ത്രീകളെ ദഹിപ്പിച്ചു നോക്കി. പിന്നെ സ്ത്രീയുടെ കൈയും പിടിച്ച് അവിടെ നിന്ന് നടന്നു. ഞാൻ സത്യമല്ലേ പറഞ്ഞേ? അവനെന്തിനാ അതിത്ര കൊള്ളാൻ? വന്ന് സത്യങ്ങളും പറയാൻ പാടില്ലേ? ഞാൻ പോകുന്നു.
ഹു, എന്തൊരു വൃത്തികെട്ട കല്യാണമായിരുന്നു. വായിൽ വെക്കാൻ കൊള്ളാത്ത സദ്യം. ആർക്ക് വേണം അതൊക്കെ ഇവന്റെ? നാശം പിടിക്കാൻ. നാണക്കേട് മറയ്ക്കാനെന്ന പോലെ അവരെല്ലാവരെയും നോക്കിയൊന്ന് ദേഷ്യം കാണിച്ചിട്ട് അവിടെ നിന്നും ചാടി തുള്ളി ഇറങ്ങിപ്പോയി. എന്താ ശ്രീകുട്ട ഇതൊക്കെ? ഒന്നുമില്ല, അമ്മ എന്നെ വിട്ടേ. ശ്രീ സതിയുടെ കൈയും തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയി. അതേസമയം മിത്തുവിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന പാടില്ലായിരുന്നു എല്ലാവരും. ശ്രീ, എന്താ സ്നേഹ? കല്യാണം കഴിഞ്ഞില്ലേ, നമുക്ക് പൊക്കൂടെ? ഇറ്റ്സ് ഇറിറ്റേറ്റിംഗ്. സ്വന്തം സാരിയിൽ നോക്കിയാണ് കമന്റ്സ്. സ്നേഹയോട് സാരി ഉടുക്കേണ്ടത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ശരിയാണ് സ്ത്രീ, ബട്ട് സതി ആന്റിയാ പറഞ്ഞത് നമ്മുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യ ഫംഗ്ഷൻ ആയതുകൊണ്ട് സാരി മതിയെന്ന്. എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല. ലുക്ക് സ്നേഹ, അമ്മയുടെ ഇഷ്ടം പറഞ്ഞു. നിനക്കത് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അത് അമ്മയോട് തന്നെ തുറന്നു പറയാമായിരുന്നു. കാര്യം അവിടെ തീർന്നനെ. എന്റെ അമ്മ അഭിപ്രായം പറയാറേ ഉള്ളൂ സ്നേഹ, ആരിലും അത് അടിച്ചേൽപ്പിക്കാറില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ രജിസ്റ്റർ മാരേജ് പോലും അമ്മയും അച്ഛനും ഒക്കെ അത്രയും പെട്ടെന്ന് അംഗീകരിച്ചത്. അത് ശ്രീ, ഇറ്റ്സ് ഓക്കെ സ്നേഹ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് താൻ ഇത്രയും എഫേർട്ട് എടുത്തതിന് താങ്ക്സ്. ബട്ട് ഇനി ഇങ്ങനൊന്നും ചെയ്യരുത്, പ്രത്യേകിച്ചും ഡ്രസ്സിന്റെ കാര്യത്തിൽ. അതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടങ്ങളാകണം, ഓക്കെ? അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്കംഫോർട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ ചുറ്റുമുള്ളവരെ പഴിചാരാൻ ശ്രമിക്കും. ഒന്നിന്റെ പേരിലും ആരും എന്റെ കുടുംബത്തെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് എന്റെ അമ്മയെ. മുഖത്ത് ദേഷ്യമായിരുന്നെങ്കിലും അതൊരു വാണിംഗ് തന്നെയാണെന്ന് അവൾക്ക് തോന്നി. ഓക്കെ. അവളത് ശരിവെക്കും പോലെ തലയാട്ടി. 3 ആഴ്ചയ്ക്ക് മുന്നെയാണ് നിന്ന നിൽപ്പിൽ താൻ ഇവിടേക്ക് വരുന്നത്. അച്ഛൻ നിശ്ചയിച്ച എൻഗേജ്മെന്റിൽ നിന്നുമുള്ളൊരു ഒളിച്ചോട്ടം പോലെ. ശ്രീയെ ഒരുപാട് കൺവിൻസ് ചെയ്തിട്ടും അവൻ തന്നെ തിരിച്ചയക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു മാർഗമില്ലാതെ നടത്തിയ കൈ ഒന്ന് മുറിച്ചു. മാഞ്ഞു തുടങ്ങിയ മുറിവിൽ അവളൊന്ന് തൊട്ടു. കയ്യിൽ നിന്നൊഴുകിയ ചോരയ്ക്ക് പകരം തന്റെ നെറുക ചുവന്നു. രജിസ്റ്റർ മാരേജ് ആയി. അമ്മു, അപ്പു അവളെ വിളിച്ചു. ദേവാ. അപ്പുവിന്റെ സ്വരത്തിന് മുകളിൽ ശ്രീയുടെ സ്വരം ചെവിയിലേക്ക് തുളഞ്ഞു കയറി. നേരം പോകുന്നു പറയുന്ന നീ കേട്ടില്ലേ? മതി കരഞ്ഞത്. വൈകിട്ട് റിസപ്ഷന് അങ്ങൾ അങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? ബാക്കി അപ്പക്കറിയാം. അവളിൽ തോടി പിടിച്ചവൻ നേരെ നിർത്തിയതും അവളൊന്ന് വിമ്മി. വന്നേ ആര്യൻ. അപ്പു അവനെയും മിത്തുവിനെയും മാറി മാറി നോക്കി. അവളുടെ കൈ പിടിച്ച് കാറിലേക്ക് നടക്കുകയാണ് ശ്രീ. പിന്നാലെ അനുസരണയോടെ അവളും. ചുറ്റുമുള്ള പല കണ്ണുകളിലും ആശ്വാസം നിറഞ്ഞു. കയറ്. അവളൊന്ന് അറച്ചു നിന്നു. ദേവ, നിന്നോടാ കേറാൻ പറഞ്ഞത്. ശബ്ദം പിന്നെ ഉയർന്നു. അവളൊന്ന് ഞെട്ടിക്കൊണ്ട് വിറച്ചതും അപ്പു അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു. ആര്യൻ, അവളുമായി കേറിക്കോ. ശാന്തനു, ഈ കാറ് ഞാനാ ഡ്രൈവ് ചെയ്യുന്നേ. അത് വേണ്ട ആര്യൻ, താൻ അവൾക്കൊപ്പം പുറകിലേക്ക് കയറിക്കോ. ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ ഉണ്ട് വേണ്ടേ അങ്ങോട്ട്? ഇനി കഷ്ടി 20 മിനിറ്റ് പോലും ഇല്ല. താൻ ധൃതി പിടിച്ച് ഡ്രൈവ് ചെയ്യണ്ട, ഞാൻ വരാം ഒപ്പം. പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കൂടുതൽ തർക്കത്തിന് നിൽക്കാതെ അപ്പുവും. സ്പീഡ് കൂട്ടി വണ്ടി ഓടിക്കുമ്പോഴും കണ്ണുകൾ ഇടയ്ക്കിടെ അറിയാതെ പിൻസീറ്റിലേക്ക് പായുന്നുണ്ടായിരുന്നു. ഏങ്ങലടിയുടെ വിറയൽ അവശേഷിപ്പിച്ച് അപ്പുവിന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്നവളിൽ അവന്റെ കണ്ണുകൾ ഒരുപാട് നേരം എത്തി. അങ്ങനെ അവളെ പൊതിച്ചു പിടിച്ച് കണ്ണടച്ചുകൊണ്ട് അവനും കിടന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.